ബാബുച്ചേട്ടാ, എന്നെക്കുറിച്ച് 2 വാക്ക് തള്ളാമോ? അച്ഛനെ കുറിച്ച് തള്ളാനായിട്ടിപ്പോൾ പോസിറ്റീവായിട്ടൊന്നും എനിക്ക് പറയാനില്ല. അതെയോ? പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ തള്ളി പറയാം. പറഞ്ഞോളൂ. അച്ഛൻ നല്ലൊരു അച്ഛനാണ്, നല്ല കുർബാനയാണ്, വെരി ഗുഡ്, നല്ല പ്രസംഗമാണ്, അതിനേക്കാളുപരി നല്ലൊരു കൊമേഡിയനാണ്. പാട്ട് പാടാൻ അറിയാം, നന്നായിട്ട് പാടും. പിന്നെ യൂട്യൂബർ എന്നുള്ള വിചാരമൊക്കെ ഉണ്ട്. അഹങ്കാരമാണോ? അല്ല, പിന്നെ ഞങ്ങൾ ഇടവക്കാർ കുറെ സഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഏർപ്പോക്കിന് വേണ്ടി ഞങ്ങൾ സഹിക്കുന്നുണ്ട്. ടെസ്സേജി, ബാബുച്ചേട്ടൻ പറഞ്ഞ എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല. ടെസ്സേജിക്ക് ഇച്ചിരി പൊക്കി പറയാൻ പറ്റുമോ? പറഞ്ഞോളൂ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും കുഞ്ഞിക്കുട്ടിയാണെന്നുള്ള ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും കുഞ്ഞിക്കുട്ടിയാണെന്നുള്ളൊരു വിചാരത്തിലടക്കണ അച്ഛനാണ്. പിഞ്ച് മനസ്സാണെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിഞ്ചല്ല, എന്നെക്കുറിച്ച് ഓർക്കാൻ പറ്റിയൊരു എന്തെങ്കിലും ഒരു സംഭവമോ എന്തെങ്കിലും ഇൻസിഡൻറ്റോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഓർക്കാൻ പറ്റിയതായിട്ടൊന്നുമില്ല, പക്ഷെ ഒന്നും മറക്കാൻ പറ്റാത്തതാണ്. പെട്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നും ഓർത്തെടുക്കാൻ മാത്രമൊന്നുമില്ല. എന്നാലും അച്ഛൻ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്, മനുഷ്യനാണ്. അച്ഛൻ്റെ വൈദിക ജീവിതത്തിൽ നല്ലൊരു കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും നല്ല പോസിറ്റീവായിട്ട് എല്ലാവരും പറയാനും നല്ലൊരു ഇടവകയിൽ ഇരിക്കാനുള്ള കഴിവുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിഷപ്പാവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഓക്കെ, ഞാനപ്പോൾ ബിഷപ്പായിട്ട് ഇനി വരുന്നതായിരിക്കും. ഓക്കെ, ദൈവമേ. ഞാൻ ഇത്ര നേരം പറഞ്ഞതെല്ലാം തമാശയായിട്ട് പറഞ്ഞാണ്, പക്ഷേ അച്ഛനെക്കുറിച്ച് പറയാനായിട്ട് എപ്പോഴും നല്ല വാക്കുകളേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ്. ഞങ്ങൾക്ക് അച്ഛൻ ഇവിടുന്ന് പോകുന്നത് വിഷമമുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് എന്ത് സഹായത്തിനും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ഒരു മോനെ പോലെയും ഞങ്ങളുടെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് പുള്ളി എപ്പോഴും ഉള്ളത്. അപ്പോൾ അച്ഛന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. എവിടെ ചെന്നാലും ഞങ്ങളെ മറക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും ഒരുപാട് ബാബുച്ചേട്ടൻ്റെയും ടെസ്സേജിയൊക്കെ മിസ് ചെയ്യും. എനിക്ക് ഏകദേശം ഒരു 2.5 വർഷത്തോളം ഇവിടെ തന്നെയായിരുന്നു ഞാൻ. ഒത്തിരി ഇവരെന്നെ കെയർ ചെയ്തിരുന്നു. പറഞ്ഞ പോലെ ഒരു മോനെ പോലെ തന്നെയാണ് എന്നെ ഇവിടെ ടേക്ക് കെയർ ചെയ്തിരുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ബാബുച്ചേട്ടൻ, ടെസ്സേജി. അപ്പം ഞാൻ ഇടയ്ക്ക് അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ വീണ്ടും വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും വെൽക്കം. ഏത് സമയത്തും ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും.